കുട്ടികളെ എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. ഇന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നേക്കാണ് ജബലലിയിലുള്ളത്. അപ്പം ആളുടെ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് കൂടാറുണ്ട്, വീക്കെൻഡുകളിലൊക്കെ കൂടാറുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഡിഷ് വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ചിക്കൻ മുഗളായി. അപ്പോൾ ഈ ചിക്കൻ മുഗളായിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് മുഗൾ രാജാക്കന്മാരുടെ അടുക്കളയിൽ ഉണ്ടായിരുന്ന ഒരു വിഭവമാണ് ഈ ചിക്കൻ മുഗളായി. അപ്പോൾ അത് നമ്മളിപ്പോൾ ഈ പ്രവാസികളുടെ രീതിയിലുള്ളൊരു ചിക്കൻ മുഗളായി ആയിരിക്കും ഞാൻ വെക്കാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കമോൺ. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ചിക്കൻ മുഗളായി. ഓക്കെ, ചിക്കൻ മുഗളായിയുടെ ഫൈനൽ ഇതാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിക്കൻ ഞാനൊരു 1.5 കിലോ എടുത്തിട്ടുണ്ട്. അത് കുരുമുളക്, ക്രഷ് ചെയ്ത കുരുമുളകും 2 ടീസ്പൂൺ ഉപ്പും ഇട്ട് വൃത്തിയായിട്ട് തിരുമ്മി പിടിപ്പിച്ച് സൈഡിൽ വെച്ചു. ഒരു 20 മിനിറ്റ് അതിരിക്കണം. പിന്നെ അതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. അണ്ടിപ്പരിപ്പ് ഒരു 10-12 അണ്ടിപ്പരിപ്പ് പേസ്റ്റാക്കിയത് വേണം. പിന്നെ അതിലേക്ക് മല്ലിയില, അതുപോലെ നല്ല ജീരകം പൊടിച്ചത് ഒരു 2 നുള്ള് ഇടാവുന്ന നല്ല ജീരകം, പിന്നെ അതുപോലെ സബോള, പിന്നെ ഒരു 3 നല്ലോണം പഴുത്ത തക്കാളിയുടെ ജ്യൂസ് ഉണ്ടാവണം. പിന്നെ അതുപോലെ ഒരു 5-8 പച്ചമുളക്, 2 സബോള ക്രഷ് ചെയ്തത്, പിന്നെ അതുപോലെ ഇത് എന്താ പറയുക, കസൂർ മേത്തി, അത് ഒരു പിടി കസൂർ മേത്തി. ഇത്രയൊക്കെ സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ അടിവശം നല്ല കട്ടിയുള്ള ഒരു കടായി അടപ്പത്ത് വെച്ച് ഒരു 3 സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് ആ ക്രഷ് ചെയ്ത സബോള ഇടുക. എന്നിട്ട് അത് നല്ലോണം വഴറ്റണം. നല്ല പോലെ അത് വഴറ്റി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഒരു 2 സ്പൂൺ, അത്യാവശ്യം നല്ല രീതിയിൽ 2 സ്പൂൺ അതിലേക്ക് ഇടുക. എന്നിട്ട് അതും വൃത്തിയായി ഇളക്കി ചേർക്കുക. ആ സബോളയുടെ ഒപ്പം ഇളക്കി ചേർക്കുക. അത് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നത് വരയ്ക്കും അത് ഇളക്കി ചേർക്കണം. അത് ലൈറ്റ് ബ്രൗൺ ആയി വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കഴുകി മറ്റേ കുരുമുളക് പൊടിയും, അതായത് ക്രഷ് ചെയ്ത കുരുമുളകും ഉപ്പും ചേർത്ത് വെച്ചിട്ടുള്ള ആ ചിക്കൻ ഈ പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. എന്നിട്ട് വൃത്തിയായിട്ട് ഇളക്കി ആ സബോളയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് എല്ലാ ചിക്കൻ പീസിനെയും വരത്തക്ക രീതിയിൽ, ഒരു കോട്ടിംഗ് പോലെ വരത്തക്ക രീതിയിൽ ഇളക്കി വയ്ക്കുക. എന്നിട്ട് അത് അടച്ചു വെച്ച് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ ഒന്ന് വേവിക്കണം. അങ്ങനെ അത്യാവശ്യം വെന്ത് കഴിഞ്ഞാൽ, അതായത് നമുക്ക് അറിയാം ആ ചിക്കൻ പീസിൻ്റെ കളറൊക്കെ മാറി വരും, വെള്ള കളറായി വരും. അപ്പോൾ വെള്ള കളറായി വരുമ്പോൾ അതിനനുസരിച്ച് ചിക്കൻ വെന്ത് തുടങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇടയ്ക്കൊന്ന് ഇളക്കി ഇടാൻ മറക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടി പിടിക്കില്ല, എങ്കിലും ഒന്ന് ഇളക്കിയിടുന്നത് നന്നായിരിക്കും. വീണ്ടും ഒരു 10 മിനിറ്റ് കൂടി ലിഡൊക്കെ വെച്ച് വേവിക്കുക. അങ്ങനെ അത്യാവശ്യം വേവായി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ പച്ചമുളക് ചേർക്കുന്നത് കൊണ്ട് ഇവിടെ കാശ്മീരി ചില്ലിയാണ്, കുറച്ച് കളറ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് കാശ്മീരി ചില്ലിയാണ് ചേർത്തിട്ടുള്ളത്. അതൊരു 2-2.5 സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു 1.25 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു സ്പൂൺ നമ്മുടെ ഗരം മസാല, ഒരു സ്പൂൺ ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്തതിന് ശേഷം വൃത്തിയായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈ മസാലകളെല്ലാം ചിക്കൻ പീസിൻ്റെ മുകളിൽ വൃത്തിയായിട്ടൊരു കോട്ടിങ് പോലെ വരത്തക്ക രീതിയിൽ
വൃത്തിയായിട്ട് ഇളക്കി ചേർക്കുക. അപ്പോഴേക്കും ആ ഒരു സ്മെല്ല് വന്നു തുടങ്ങും. ഇത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വളരെ അടിപൊളി ഡിഷാണ് ചിക്കൻ മുഗളായി. നമുക്ക് ഗീ റൈസിൻ്റെ കൂടെ, അല്ലെങ്കിൽ ചപ്പാത്തി, അല്ലെങ്കിൽ നാൻ, അല്ലെങ്കിൽ എന്താ പറയുക, അപ്പം ഒന്നും വേണ്ടെങ്കിൽ നമുക്ക് വെറും ബ്രെഡ് കിട്ടിയാലും അതിൻ്റെ ഒപ്പം കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് അതിൽ നമ്മുടെ നല്ല ജീരകം പൊടിച്ചത് ഒരു 2 നുള്ള് നമുക്ക് നല്ല ജീരകം പൊടിച്ചത് ചേർക്കേണ്ടതുണ്ട്. എന്നിട്ട് അത് വൃത്തിയായിട്ട് ഇളക്കി ചേർക്കുക. എല്ലായിടത്തും അതിൻ്റെ ആ ഒരു അരോമ എത്തത്തക്ക രീതിയിൽ വൃത്തിയായിട്ട് ഇളക്കി ചേർത്ത് വീണ്ടും കുറച്ച് നേരം നമുക്ക് ഒരു 10 മിനിറ്റോളം നമുക്കത് വേവിക്കണം. അപ്പോൾ ഇപ്പോൾ ഒരു വിധം വേവായിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ തക്കാളിയുടെ ആ പേസ്റ്റ് നമ്മളിതിലേക്ക് ചേർക്കുക. എന്നിട്ട് തക്കാളിയുടെ പേസ്റ്റും അതുപോലെ ഈ അണ്ടിപ്പരിപ്പും ചേർത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വേവിക്കണം. അതായത് ഇതിൻ്റെ ആ തക്കാളിയുടെ ഒരു പച്ചക്കുത്ത് പോകേണ്ട ഒരു ആവശ്യകതയുണ്ട്. അപ്പോൾ അതൊന്ന് പോത്തക്ക രീതിയിൽ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ച് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ അണ്ടിപ്പരിപ്പ് നമ്മൾ ഒഴിച്ചു, തക്കാളിയുടെ പേസ്റ്റ് ഒഴിച്ചു, ഒന്ന് ഇതാക്കി വയ്ക്കുക, വേവിച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു 1/4 കപ്പ് തൈര് ഒഴിക്കും. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേവിക്കലൊന്നുമില്ല. അതായത് പിന്നെ അധികം വൈകാതെ നമുക്ക് ഇത് സ്വിച്ച് ഓഫ് ചെയ്യണം. അത് തൈര് വൃത്തിയായിട്ട് ഇളക്കി ചേർത്ത് എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ ഇളക്കി ചേർക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക്, ഒരു 5-8 പച്ചമുളക്, ഞാൻ ഇത് എരിവ് കുറവുള്ള കാരണം ഒരു 5-8 എടുത്തിട്ടുള്ളത്. എരിവ് കൂടുതലാണെങ്കിൽ ഒരു 4-5 ധാരാളം. അപ്പോൾ അതും ഇട്ടിട്ടൊന്ന് വൃത്തിയായിട്ട് ഇളക്കുക. അതിനുശേഷം നമുക്ക് ഈ കസൂർ മേത്തി അതൊരു പിടി കഷ്ടി എടുക്കുക. എന്നിട്ട് അതൊന്ന് നല്ലോണം പൊടിച്ചിട്ട് വേണം ഇതിൽ ഇടാനായിട്ട്. അധികമാവരുത്, അപ്പോൾ ചെറിയൊരു കനപ്പ് രസം വരും. ഒരു പേരിന് ഒന്ന് തുളിച്ചാൽ മതി. എന്നിട്ട് അത് വീണ്ടും ഒന്ന് പ്രത്യേകം ഇളക്കണം. അത് ഇളക്കി ഈ കസൂർമേത്തിയുടെ രുചിയും മണമൊക്കെ എല്ലാ ഏരിയയിലേക്കും എത്തത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി പിടിപ്പിക്കുക. അതിനുശേഷം നമുക്ക് ഇപ്പം അത് വൃത്തിയായിട്ടൊന്ന് ഇളക്കി പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് മല്ലിയില ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് സെറ്റായി നമ്മളുടെ കറി. ഇനിയിപ്പോൾ ഇതിൽ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. പക്ഷേ ഡെലീഷ്യസ് കറി തന്നെയാണ്, യാതൊരു സംശയവുമില്ല. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. ചിക്കൻ നമ്മൾ പലതരത്തിലും വെച്ച് കഴിച്ചിട്ടുണ്ട്, എങ്കിലും ഇത്തരത്തിൽ കഴിച്ചു നോക്കിയാൽ അതിൻ്റെ ഒരു സ്വാദ് വേറെ തന്നെയാണ്. അപ്പോൾ ഇത് വളരെ ഈസിയാണ് വയ്ക്കാനും, അതുപോലെ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഡിഷാണ്. കഴിച്ചു നോക്കുക. അതിൻ്റെ അനുഭവങ്ങൾ കമൻറ്റിൽ പറയാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, സേവ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ഒരു വിഭവമോ യാത്രയോ ആയിട്ട് ഞാൻ വരുന്നത് വരേക്കും ബൈ ബൈ.